നന്നായി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റണ്ണൌട്ട് ആകുന്നത് എന്ത് കഷ്ടമാണല്ലേ. ഇങ്ങനെ പറഞ്ഞതുപോലെയാണ് പത്തനംതിട്ട മേലെ വെട്ടിപ്പുറം സെന്റ് പീറ്റേഴ്സ് ചർച്ച് റോഡിലെ യാത്ര. നല്ല റോഡാണല്ലോ, കത്തിച്ചു വിടാമെന്ന് കരുതി പോയാൽ റോഡിൻ്റെ ഒത്ത നടുക്കുള്ള വാരിക്കുഴിയിൽ വീഴും. പൈപ്പ് പൊട്ടി രൂപപ്പെട്ട കുഴിയാണ് 2 മാസമായിട്ടും മൂടാത്തത്. നാട്ടുകാർ ഒടുവിൽ കുഴിയിൽ വാഴ വെച്ചു. അപകടങ്ങൾ ഇവിടെ തുടർക്കഥയാണ്. പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരക്കേറിയ റോഡുകളിലൊന്നാണ് മേലെ വെട്ടിപ്പുറം സെന്റ് പീറ്റേഴ്സ് റിംഗ് റോഡ്. അവിടെയാണ് വലിയൊരു കുഴി രൂപപ്പെട്ട് കഴിഞ്ഞ 2 മാസമായി റോഡ് തകർന്നു കിടക്കുന്നത്. ഏറ്റവും അധികം അപകടങ്ങൾ നടക്കുന്ന ഒരു പ്രദേശമായി മാറിയിരിക്കുകയാണ് ഈ റിംഗ് റോഡ് സൈഡ്. ഏറ്റവും അധികം വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഇവിടെ ഒരു ഇറക്കം ആയതുകൊണ്ട് ഏറ്റവും സ്പീഡിലാണ് വാഹനങ്ങൾ വരുന്നത്. ഈ തൊട്ടടുത്ത ദിവസം ഇവിടെ ഒരു അപകടം ഉണ്ടായി, ഒരു കൊച്ചു പയ്യൻ മരണപ്പെടുകയുണ്ടായി. ഇവിടെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടുന്നത് വളരെ, അവരോട് എത്ര പറഞ്ഞാലും അത് ശരിയാക്കത്തില്ല. ഒരു 1.5 മാസത്തോളമായി ഇപ്പം ഈ കുഴി രൂപപ്പെട്ടു. എൻ്റെ മകൻ ഇവിടെ തന്നെ 2 ബൈക്ക് ഒരേ ദിശയിൽ വന്ന് ഒരാൾ മരണപ്പെട്ട അന്നേരം തന്നെ. മകന് ഭയങ്കര സീരിയസ് ആയിരുന്നു. ഇപ്പം അവൻ ജോലിയുണ്ട് എന്ന് പറഞ്ഞാലും ഈ ഒരു വളവിലാണ് ഈ അപകടം എല്ലാം സ്ഥിരമായിട്ട് നടക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഈ കുഴിയോട് ചേർന്ന് ഇവിടെ അപകടമുണ്ടായി. അപകടത്തിൽപ്പെടുന്നതേറെയും ഇരുചക്ര വാഹന യാത്രികർ. ശബരിമല തീർത്ഥാടന കാലമായതോടെ ദിവസേന ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്നത്. ജനപ്രതിനിധികളടക്കം ഇതുവഴി പലപ്പോഴും സഞ്ചരിക്കാറുമുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ അവരാരും ഈ കുഴിയോ ഇവിടുത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ടോ കണ്ടില്ല എന്ന് നടിക്കുന്നു. വെള്ളക്കെട്ടാണ് ഇവിടെ. അതായത് വലിയ പൈപ്പ് ഇതുവഴി ലൈനിൽ പോയിട്ടുണ്ട്. ആദ്യം ഒന്ന് പൊട്ടിയായിരുന്നു, അത് കഴിഞ്ഞ് അവർ അടച്ചു, അത് കഴിഞ്ഞ് പിന്നെയും പൊട്ടി, അതും അടച്ചു. ഇതിപ്പോൾ 3ാമത്തെ ഇതാണ്. അതേപോലെ ഇവിടെ നല്ലൊരു കുഴിയായി മാറി. പരിഹരിക്കാനുള്ള ഇടപെടൽ ഉണ്ടായെന്ന് പറഞ്ഞാൽ നമ്മൾ പല പ്രാവശ്യം PWDയിൽ പറഞ്ഞതാണ്. പക്ഷേ PWDക്കാരല്ല ഇത് ചെയ്യേണ്ടത്. വാട്ടർ അതോറിറ്റി അന്ന് പൈപ്പ് പൊട്ടിയ സമയത്ത് അവിടെ കുഴിയായി, അവരത് ശരിയാക്കിയതിന് ശേഷം ശരിയായ രീതിയിൽ ചെയ്യാത്തത് കൊണ്ടാണ് ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പോൾ ഒരു 1-2 മാസം കൊണ്ട് ഇങ്ങനെ അടിയിൽ കൂടെ വെള്ളം ലീക്കായിട്ട് റോഡ് പൊട്ടി ഇളകി നിൽക്കുക. ഇളകി കുറച്ച് ഇളകി പോയിക്കൊണ്ടിരിക്കുന്നു. വണ്ടി വന്ന് പൊത്തോ അതേ വീഴുന്നു. വീണിട്ട് വണ്ടി അങ്ങ് പോവുക, തീർച്ചയായും അങ്ങ് പോകുന്നുണ്ട്. 2 തരത്തിലാണ് ഇവിടെയുള്ള ആളുകൾ നേരിടുന്ന ബുദ്ധിമുട്ട്. ഈ റോഡ് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത് കൊണ്ട് വാഹനങ്ങൾ അപകടത്തിൽ പെടുമോ എന്നുള്ള ആശങ്ക. മറ്റൊന്ന്, കുടിവെള്ളമാണ് ഇതിന് താഴെ കൂടെ കുത്തിയൊലിച്ച് പൊട്ടിയൊഴുകി പോകുന്നത്. പത്തനംതിട്ടയിൽ നിന്ന് സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷിജോ കുര്യൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.